നടക്കുന്ന സമരം പഴയ ഒരു ആവേശം രാജ്യത്താകമാനം ഇപ്പോൾ പ്രസരിപ്പിക്കുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് കണക്കൂട്ടുന്ന ആ സമരം ഒന്നാമത് അതിൻ്റെ പുനഃപരീക്ഷയും കഴിഞ്ഞുവല്ലോ. അപ്പോൾ ആ സമരത്തിനൊരു വേവ് ഉണ്ടാവും. ആ വേവ് ആ ഹൈ അങ്ങോട്ട് കഴിഞ്ഞിറങ്ങി അതങ്ങോട്ട് തീർന്നു പൊയ്ക്കോളും എന്ന് സർക്കാർ കാണുകയാണ്. അവഗണിച്ചാൽ മതി എന്ന്. അങ്ങനെ സമീപനമുള്ള ഒരു ഗവൺമെൻറ്റിനോടാണ് നിങ്ങൾ സമരം ചെയ്തിട്ട് ഇപ്പോൾ ഇതിൽ എൻഗേജ് ചെയ്യാൻ വരൂ, ഈ സമരം തീർക്കൂ, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കൂ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ സമരം ചെയ്തുകൊണ്ട് ആരെങ്കിലും രാജിവെച്ച പാരമ്പര്യമുള്ള സർക്കാരാണോ ഈ സർക്കാർ? എൻഗേജ് ചെയ്യണം എന്ന് CJP എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ സമരത്തിന് പങ്കെടുക്കുന്ന എല്ലാവരും സർക്കാർ ഇതിൻ്റെ അകത്ത് ഇടപെടണം, സമരക്കാരോട് സംസാരിക്കണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇന്നത്തെ സ്ഥിതിക്ക് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് സർക്കാർ സംസാരിക്കാനോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സോനം വാങ്ചുക്ക് ജീവിച്ചിരിക്കുകയോ മരിച്ചിരിക്കുകയോ എന്നുള്ളതല്ല പ്രധാനം. ഇവിടെ ഒരു ആശയമുണ്ട്. രാജ്യത്ത് 20-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. അവർ ആത്മഹത്യ ചെയ്യാൻ കാരണം ഇന്ത്യയിലെ തകർന്നടിഞ്ഞ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയിൽ മാറ്റങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ്. അതിന് ഒരു കഴിവുള്ള ആ സ്ഥാനത്തിരിക്കാൻ അർഹതപ്പെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി ഈ രാജ്യത്തിന് വേണം. അപ്പം രാജ്യത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണ് ഇന്ന് ഇവിടെ CJP പ്രൊട്ടസ്റ്റിൽ വന്നിരിക്കുന്ന ബഹുഭൂരിഭാഗം വിദ്യാർത്ഥികളും യുവജനങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ മുമ്പത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. IIT കാൺപൂരിലെ പ്രൊഫസർ GD അഗർവാൾ, അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയായിട്ട് പിന്നീട് സനാന്ത് പിന്നീട് 111 ദിവസം നിരാഹാരം കിടന്നു. ആ നിരാഹാരം കിടന്നതിന് ശേഷം അദ്ദേഹം മരിച്ചുപോയി. മരിച്ചു പോയതിനു ശേഷം പ്രധാനമന്ത്രി ഒരു ട്വീറ്റ് ചെയ്തു, അനുശോചനം രേഖപ്പെടുത്തി. പക്ഷെ എന്നാൽ 111 ദിവസം നിരാഹാരം കിടന്നപ്പോൾ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി പോലും ഇല്ല. അപ്പോൾ അതേപോലത്തെ സ്ഥിതി ഇവിടെയും ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ സോനം വാങ്ചുക്കിന്റെ ഇച്ഛാശക്തി അത്ര മോശമല്ല. അദ്ദേഹം നല്ല ശക്തിയോട് കൂടെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. ജീവൻ പോയാലും അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമരം തുടർന്ന് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാവരും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ വ്യവസ്ഥ നന്നാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ തുടരുക തന്നെ ചെയ്യും.